ഷാജി പാപ്പൻ ആസ് എ ഹീറോ അയാള് ഡ്യൂഡിനെ ഇടിക്കണം. അവിടെ ഒരു ഫൈറ്റ് വേണമായിരുന്നു. ഇത്തവണ ഷാജി പാപ്പൻ രക്ഷപ്പെടുമോ? ഉറപ്പായിട്ടും. സ്ക്രിപ്റ്റിനെക്കാളും ഭയങ്കര മുകളിലായി ഒരു ഷൂട്ട് ചെയ്തേക്കുന്നത് എന്തായാലും ഇപ്പൊ. പിന്നെ ശരി, എനിക്ക് ഭയങ്കര രോമാഞ്ചായിരുന്നു. ഇത് വയലറ്റ് ഷർട്ടും തൊപ്പിയും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു ലോഡ് മണ്ടന്മാര്, അത് പഴയ കാലഘട്ടത്തിലും അതെ പുതിയ കാലഘട്ടത്തിലും അതെ. ഞാൻ പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോണ വഴി ഞാൻ മിഥുനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മിഥുൻ ഹാപ്പി അല്ലേ? ചേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ആയിട്ടില്ല ചേട്ടാ. ഷാജി പാപ്പനും സംഘവും മൂന്നാമതും എത്തുകയാണ് തിയേറ്ററിലേക്ക്. ആട് 3യുടെ വിശേഷങ്ങളുമായി അണിയറ പ്രവർത്തകർ സൈജു കുറുപ്പ്, സുധീകോപ്പ, ഹരികൃഷ്ണൻ, ഉണ്ണി എന്നിവരാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കൊന്ന് ടൈം ട്രാവൽ ചെയ്ത്, ഇപ്പോൾ ടൈം ട്രാവൽ ആണല്ലോ പുതിയ ട്രെൻഡും. ഈ ആട് 3യുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേൾക്കുന്നത് അതാണ്. ഒന്ന് പുറകിലോട്ട് പോകാം. ഇപ്പോൾ ആടൊരു ഭീകരജീവിയാണ് എന്നൊരു സ്ക്രിപ്റ്റുമായിട്ട് മിഥുൻ മാനുവൽ തോമസ് അടുത്തേക്ക് വരുന്നു. ഇത് വായിച്ചപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയിരുന്നോ? നിങ്ങളുടെ മൈൻഡിൽ എന്താണ് പോയിക്കൊണ്ടിരുന്നത്? ഇത് വർക്കാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നോ ഫസ്റ്റ് പാട്ടിൻ്റെ? മിഥുൻ ഇവരുടെയൊക്കെ അടുത്തേക്ക് പോയിട്ടുണ്ട്, എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയതാണ്. ഓക്കെ, ഞാൻ ചാൻസ് ചോദിച്ച് കയറിയതാണ്. അതായത് ഞാൻ സെലക്ട് ആയതിനു ശേഷം പടം വളരെ വ്യത്യസ്തമായ ഒരു പടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ ആ സമയത്ത് 2014 ന്യൂ ജനറേഷൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല പുതിയ ഐഡിയാസ് വരുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഐഡിയ വരുന്നു. പടം ഷൂട്ടിംഗ് വേളയിലൊക്കെ എനിക്ക് ഉറപ്പായിരുന്നു ഈ പടം ഹിറ്റാവുമെന്ന്. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെയും അതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും അടുത്തൊരു സ്റ്റെപ്പ് ആയിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു. പക്ഷെ പടം റിലീസായി, വർക്കൗട്ട് ആയില്ല തിയേറ്ററിൽ. പിന്നെ എങ്ങനത്തെ സിനിമകളാണ് വർക്കൗട്ട് ആകേണ്ടതെന്നൊക്കെ ചിന്തിച്ചു പോയി. ആക്ച്വലി ഞാൻ പദ്മയിലെ വലിയ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയപ്പം അന്ന് നൂൺ ഷോ മാത്രമേ ഉള്ളൂ, 10 മണിയുടെ ഷോ ഒന്നും വന്നില്ല. ഹൗസ്ഫുള്ളായിരുന്നു. ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ചിരി, എല്ലാത്തിനും ചിരി. നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ചിരി പൊട്ടുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു പടം ഹിറ്റാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് വീട്ടിലേക്ക് പോണ വഴി ഞാൻ മിഥുനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മിഥുൻ ഹാപ്പി അല്ലേ? ചേട്ടാ, നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ആയിട്ടില്ല ചേട്ടാ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഈ മിഥുൻ പറയണതെന്ന്. ഞാൻ പറഞ്ഞില്ല മിഥുൻ, ഞാൻ ഇപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമല്ലോ, ഭയങ്കരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല ചേട്ടാ, അത് വർക്കായിട്ടില്ല എന്നാണ് തോന്നുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ മിഥുനെ കാണാൻ വേണ്ടി ഫ്രൈഡേയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പം മിഥുനും വിനയ് ബാബു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഇവർ രണ്ടുപേരും ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഹിറ്റാണെന്നാണ്. പക്ഷേ പിന്നെ അതിൻ്റെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ കളക്ഷൻ കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഇനിഷ്യൽ നമുക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ആ ജോണറിൻ്റെ പ്രത്യേകതയാണോ അതോ എന്താണോ, ആൾക്കാർ ഫസ്റ്റ് ഡേ തന്നെ അതങ്ങ് റിജക്റ്റ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ ഈ ആടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ, ആട് റിലീസാകുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടാണ് പോയി കാണാൻ പോകുന്നത്. ക്ലാസ് കട്ട് ചെയ്തിട്ട് അവർ പോകുന്നു, ഞാൻ പോയിട്ടില്ല അന്ന്. ഇവന്മാർ തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് ക്യാൻറ്റീൻ ഇരുന്നിട്ട് ഈ തീം സോങ് ആണ് ആദ്യം ഒരു പൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താ പരിപാടി ഇത്? അപ്പോൾ അവൻ പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ ഒരു തീം സോങ്, ഇന്ന ആളാണ്, അറക്കൽ അബു ഉണ്ട്, ഇങ്ങനെ ഒരു PP ശശി ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് വേറൊരു ഓണറാണെന്ന് അന്ന് അവർ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് നല്ലതാണ്. ഈ പണ്ട് പ്രിയദർശൻ പടങ്ങൾ വരുന്ന ദിംതരികിടതവും അങ്ങനത്തെ പോലെ കാരിക്കച്ചർ സ്വഭാവമുള്ള ഒരുപാട് പേര് വരുന്ന ഒരു പടമാണിത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നിട്ടും പിറ്റേ ദിവസങ്ങളിൽ പടം ഇങ്ങനെ പുറമോട്ട് പോകുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്തു. ഈ കണ്ടവർക്കാണ് ഞെട്ടലുണ്ടാകുന്നത്, ഈ പടം എങ്ങനെ താണു എന്നുള്ള സാധനത്തിൽ. ഇത് പിന്നെ 2ാം ഭാഗം വരുന്നു, പിന്നെ 3ാം ഭാഗത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ആ എനർജിക്ക് പിന്നിലെ കാരണം എന്താ? തിയേറ്ററിൽ ഒന്ന് പിന്നോട്ട് പോയിട്ടും 2ാം ഭാഗം ഇറക്കാം, അല്ലെങ്കിൽ 3ാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാം, 3ാം ഭാഗം തന്നെ 2 പാർട്ടായിട്ട് ഇറക്കാം എന്നൊക്കെയുള്ള തോന്നുന്ന ആ കോൺഫിഡൻസിൻ്റെ പിന്നിൽ എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കറക്റ്റായിട്ടൊരു നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ഓഡിയൻസ് സൈഡിൽ നിന്ന്. നമ്മളിപ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മളെ കാണുമ്പോഴോ ഒക്കെ, ഇൻക്ലൂഡിങ് മിഥുൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസറായ വിജയ് ബാബു, ഇവർക്കൊക്കെ കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ അകത്ത് ആൾക്കാർ ആഗ്രഹിച്ചത്? ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ടു, പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കുറവുകളുണ്ട്. ആ കുറവിൽ ഒരെണ്ണം എനിക്ക് ഓർമ്മയുള്ളത്, ഷാജി പാപ്പൻ ആസ് എ ഹീറോ അയാള് ഡ്യൂഡിനെ ഇടിക്കണം. അവിടെ ഒരു ഫൈറ്റ് വേണമായിരുന്നു. നമ്മൾ ക്ലൈമാക്സിൽ കാണിച്ചിരിക്കുന്നത് ഷാജി പാപ്പൻ ആൻഡ് ടീം ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു സ്ലോ മോഷനിൽ മഴയത്ത്.
അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡ്യൂഡും ഗ്യാങ്ങും ഓടി വരുന്നു. അവിടെ അബ്രപ്റ്റ്ലി കട്ട് ചെയ്യുവാണ്, അവിടെ ഫൈറ്റ് ഇല്ല. കണ്ണാടി പോയ ആ, ഡ്യൂഡിനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കട്ട് ഇതാണ്. അപ്പൊ അവിടെ ഒരു ഫൈറ്റ് മിസ്സിംഗ് ആണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഫോർമുല പിടിച്ചിട്ട് നമ്മൾ, അതായത് ഒരു സക്സസിന്റെ ഫോർമുല എന്താണ് അത് പിടിച്ചിട്ട് സെക്കൻഡ് ആർഡിൽ ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്തൊക്കെയാണ് ഓഡിയൻസ് പറഞ്ഞത് നമുക്ക് അതൊക്കെ വേണമായിരുന്നു ഫസ്റ്റ് ആർഡിൽ, അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ആർഡിൽ. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ആർഡ് ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയത്. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി. അതിനകത്ത് ഇപ്പം ബാറ്ററി സൈമൺ എന്ന് പറഞ്ഞ ബിജുക്കുട്ടന്റെ ക്യാരക്ടർ ഒരു സീനിലേ ഉള്ളൂ ഫസ്റ്റ് ആർഡിൽ. പക്ഷെ അതും ഭയങ്കര റീച്ചാണ്. ബാറ്ററി സൈമൺ എന്ന് ബിജുക്കുട്ടനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ സെക്കൻഡ് ആള് വന്നപ്പോഴത്തേക്കും ബാറ്ററി സൈമണിന് സീൻസ് കൂടി. സോമനുണ്ട്, പരിഷ്കരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതെ അതെ എക്സാക്ട്ലി. അപ്പൊ അങ്ങനെയാണ് തേർഡ് പാർട്ട് വരെ നമ്മൾ എത്തിയത്. എനിക്ക് ഹരികൃഷ്ണന്റെ പാപ്പാന്ന് വിളിക്കുന്നതിന് വരെ അതിനും ഫാൻ ഫോളോയിങ്ങും റീൽ കട്ടുകളും ഒക്കെ ഒരുപാട് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്നുണ്ട്. രണ്ടാളിലെയും പാപ്പന്റെ എൻട്രി എന്റെ അതാണ് വിളിയിലായിരുന്നു. ആ ഒറ്റ വിളിയിൽ പാപ്പ വരുമെന്നുള്ള, എന്റെ പിള്ളേരെ തൊടുന്നോടാന്ന് ചോദിച്ച് വരുന്നു എന്നുള്ള ആ ഒരു ഫീൽ കൊടുക്കുന്നുണ്ട്. ഇത്തവണ ഷാജി പാപ്പൻ രക്ഷപ്പെടുവോ? ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഷാജി പാപ്പൻ മാത്രം ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെടുന്നു. അല്ല, ആദ്യത്തെ ഭാഗത്ത് ഒരു നീലക്കൊടുവേലി വന്നു, രണ്ടാമത് വരുമ്പോ ഒരു കമ്മട്ടായി, ഈ മൂന്നാമത് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് സൂപ്പറായിട്ടുള്ള എന്തോ ഒരു പരിപാടി അതിനകത്ത് ഒരു പെട്ടിയിൽ വന്നിട്ടുണ്ടെന്ന് ഒരു സൂചന വരുന്നുണ്ട്. എന്തായിരിക്കും ഈ മൂന്നാം ഭാഗത്തിന്റെ മൊത്തത്തിലുള്ളൊരു, എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോവുക? ഒരു സൂചന തരാൻ പറ്റുകയാണെങ്കിൽ. 2 ടൈം ലൈനിൽ നടക്കുന്ന കഥയാണ്. അപ്പം ഞങ്ങള് പ്രസന്റ് ടൈം ലൈനിലെ കുറെ കഥാപാത്രങ്ങളുടെ പുറമെ വേറൊരു ടൈം ലൈനിലെ കുറച്ച് കഥാപാത്രങ്ങളും കൂടി വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവത്തിന്റെ പുറകെയുള്ള ഒരു യാത്രയാണ്. ഇത്ര പറയുള്ളൂ, അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. ഉണ്ണിക്ക് എന്ത് തോന്നുന്നു ഈ പുതിയ പടത്തിന്റെ എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പാട് 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് വലിയൊരു പരിപാടി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ആദ്യമായിട്ടാണെങ്കിൽ ഒരു പീരീഡ് പരിപാടി അല്ലെങ്കിൽ ഒരു 2 ടൈം ലൈനിൽ നിന്നിട്ടുള്ളൊരു സാധനം നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇത്രയും വലിയ, നേരത്തെ പറഞ്ഞ ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയും ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ 3ലേക്ക് വരുമ്പോൾ ഉള്ളത് കൂടുതലും. പിന്നെ നമ്മൾ ആ ഓൾറെഡി ചെയ്തു വെച്ച ആ ക്യാരക്ടറിലേക്ക് വീണ്ടും വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം. പറഞ്ഞാൽ ആടങ്ങ് വലുതായി, വലിയ പടമായി. അപ്പം നമുക്ക് ഈ ആദ്യ 2 ഭാഗത്തിലുള്ളതുപോലെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി? ഒരു വലിയ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ അതിന് ചാൻസ് എടുക്കാതെ നമുക്ക് ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കട്ടെ, ഇംപ്രവൈസേഷൻ ഒക്കെ ഉള്ള സാധ്യതകൾ അങ്ങനെയാണ് ഈ പടത്തിന്റെ ഒരു ഇത്. അല്ലാതെ ഇപ്പൊ അവര് കൃത്യമായിട്ട് ക്യാരക്ടർ ഇപ്പൊ ഓൾറെഡി ആട് 1ൽ ഇപ്പൊ സൈജു പറഞ്ഞോട്ട് ആട് 1ൽ അഭിനയിക്കാൻ ചെല്ലുമ്പോ എന്താ സംഭവം, ഇത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. സത്യം എനിക്കറിയില്ലായിരുന്നു, ഞാനിതുപോലെ വായിച്ചിട്ടൊന്നുമില്ല സ്ക്രിപ്റ്റ്. അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് അത് 2014 ആട് 1 ഇത് 2017 ആട് 2 വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ കുറച്ച് പടങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ടും പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സ്ക്രിപ്റ്റിനേക്കാൾ മുകളിൽ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ സ്ക്രിപ്റ്റ് മൊത്തം റീഡിങ് ഉണ്ടായിരുന്നു ഈ പടത്തിന്. പക്ഷെ സ്ക്രിപ്റ്റിനേക്കാളും ഭയങ്കര മുകളിലായി ഒരു ഷൂട്ട് ചെയ്തേക്കുന്നത് എന്തായാലും പടം. പിന്നെ ഓൾറെഡി ആൾക്കാർക്ക് ഈ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം മറ്റു വേറെ പടം പോലെ ഇതെന്താണെന്നല്ല ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ നമ്മൾ പറയില്ല, ഒരു കോമിക് ബുക്ക് ഒരു വീക്കില് അടുത്ത വീക്കിൽ വന്ന സാധനത്തിന് അറിയാം, ഓൾറെഡി ഇത് അറിയാം ആൾക്കാരുടെ സ്വഭാവമൊക്കെ. ഇപ്പൊ ഇത്തവണ ഷമീറിന്റെയും ഡ്യൂഡിന്റെ ഒപ്പമായിരിക്കുമോ കോമ്പിനേഷൻസ് വരാ? അല്ല, ഇപ്രാവശ്യം നല്ല ക്യാരക്ടറൊക്കെ തന്നെ. പക്ഷെ ആ പടത്തിനകത്തുള്ള ക്യാരക്ടർ സ്വഭാവം ഉണ്ടല്ലോ, ചില പ്രത്യേക സ്വഭാവം കൊണ്ട് ചിലപ്പോൾ കഥയിൽ പല മാറ്റമൊക്കെ വരുത്താൻ പറ്റും നമുക്ക്. ഈ 2 ടൈം ലൈൻ ആയതാന്ന് തോന്നുന്നു. ആർക്കും ഒന്ന് അതിനെപ്പറ്റി പറയാം, കോമ്പിനേഷൻ ആരോടാണെന്നുള്ള സാധനം ഒന്നും റിവീൽ ഇല്ല. ഇതിൻ്റെ അകത്ത് എല്ലാ ടീമുമായിട്ടും കോമ്പിനേഷൻ വരുന്നുണ്ട്. കഴിഞ്ഞ 2 ഇതിലും അങ്ങനെ കോമ്പിനേഷൻസ് കുറവായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ അതുപോലെ തന്നെ. എന്നാലും കമ്പാരിറ്റീവ്ലി ഇതില് എല്ലാ ടീമുകളുമായിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കാണുമ്പോഴേ വരുന്നുണ്ട്. ഈ കോമ്പിനേഷൻ ഉദ്ദേശം എന്താ അറിയോ, ഞങ്ങള് ഷൂട്ടിംഗ് ദിവസം ഒരുമിച്ച് കൂടുതൽ നേരം ഉണ്ടാകാത്ത ഉദ്ദേശിച്ചത്. പക്ഷെ സിനിമ വരുമ്പോ ഇതെല്ലാം കണക്ട് ചെയ്ത് അവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങള് വളരെ കുറച്ച് ദിവസം ഒരുമിച്ച് ഉണ്ടായിരുന്നുള്ളൂ, കണ്ടിട്ടുള്ളൂ അല്ലേ? അതാ പറഞ്ഞത്. ഇന്നലെ അജു വർഗീസ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ അവരെല്ലാം വന്നു, ഇനി അവരുടെ വരവാണെന്ന് പറഞ്ഞിട്ട് പൊന്നപ്പന്റെയും മേരിയുടെ ചെയ്തിട്ട് അവരെങ്ങനെ കാണിക്കുന്നില്ല. അവർക്ക് ഉണ്ടാവുമോ തവണ ഒരു ടൈം ലൈനിൽ, വേറൊരു ടൈം ലൈനിലോ ഉണ്ടാവും? ഉറപ്പ്.
കാരണം അവർക്കിപ്പം പ്രത്യേക ഈ ഫാൻ പടത്തിൽ ബേസ് ആണ്. എത്ര പേരുണ്ടെന്നറിയോ? എത്ര പേര് എന്തോരം അതായത് വെറുതെ വന്നു പോകണല്ലോ, എല്ലാം ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അവർ. ഇതിനകത്ത് അഭിനയിക്കുന്നതും. ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ഇതിനോട് തന്നെ ഇതിനകത്ത് അഭിനയിക്കാൻ ആഗ്രഹം ചോദിച്ച ആൾക്കാർ തന്നെ കുറെ പേരുണ്ട്. കാര്യം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ ഒരു രസകരമായ ഒരു പരിപാടിയാണല്ലോ ഇത്. ഈ നേരത്തെ പറഞ്ഞ പോലെ 9 വർഷമായി ഇപ്പം സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ട്. അപ്പം പെട്ടെന്ന് പിന്നെയും നമ്മൾ ഈ ഒരു മൂഡിലേക്ക് ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് എനിക്കൊന്നും ഇതിൻ്റെ പ്രൊമോഷൻ സാധനം തന്നെ ആദ്യം വരുന്നത് നിങ്ങൾ ആ കോസ്റ്റ്യൂമിൽ കയറുന്നു എന്നുള്ള സാധനമാണ്. അതെ. ആ ഒരു ഫീൽ എന്തായിരുന്നു? പിന്നെയും അറക്കൽ അബുവിൻ്റെയും സോമൻ്റെ ഒക്കെ ആ കോസ്റ്റ്യൂമിലായിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീല്? രോമാഞ്ചം. ശരി, Super. എനിക്ക് ഭയങ്കര രോമാഞ്ചമായിരുന്നു. ഈ വയലറ്റ് ഷർട്ടും തൊപ്പിയും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും ക്യാരവാനിൽ ഇരുന്ന് ഇങ്ങനെ ഇത് താക്കുമായിരുന്നു. ആ മൊമെന്റിൽ അറക്കൽ അബു ആയി. അതെ, അതെ, അതെ. എനിക്കെന്താന്ന് അത് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം, എനിക്ക് ആ ടൈപ്പ് ഡബിൾ പോക്കറ്റ് ഷർട്ട് ഇട്ടാ കഞ്ചാവ് തോന്നുന്നു വിളിക്കും ആൾക്കാര്. സത്യം. ജീൻസ് വേറെ ഷർട്ടില്ലേ ആ. ഇട്ടപ്പോ ഇതിന്റെ ആടിലെ ഷർട്ടാണെന്ന് പറയും. ആ ഇതിപ്പം കോസ്റ്റ്യൂം കാര്യം നമ്മളൊരു സിനിമയിൽ നമ്മളെ പോലുള്ള ആള് അല്ലെങ്കിൽ പഴയ ഇപ്പൊ മുമ്പത്തെ പടങ്ങളെ പോലല്ലേ ഇത്രയും സിനിമകൾ ഇറങ്ങുമ്പോ നമ്മളെ കോസ്റ്റ്യൂം വരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്ടറിന് അയാളുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് ഇത്രയും പടങ്ങൾ ഇത്ര ആർട്ടിസ്റ്റ് ഉള്ള സമയത്ത് അത് വളരെ ഭാഗ്യം. അതിന്റെ ഒരു മൂന്നാമത്തെ ഭാഗത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതെ. അതിനും വലിയ അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. കാര്യം നമ്മളെ ഈ 3 പടത്തില് ഒരുപോലെ എല്ലാവർക്കും ചിലപ്പോ ആദ്യം ഇപ്പൊ എല്ലാ നടന്മാരും ചെയ്തിട്ടുണ്ടെന്നറിയില്ല. എല്ലാ നടന്മാരും ഉദ്ദേശിച്ചത് ലാലേട്ടനും മമ്മൂക്കും അല്ല ഞാൻ പറഞ്ഞത്, അവരൊന്നും അല്ല. കൂടുതൽ ഇപ്പൊ അവര് നാടോടിക്കാറ്റ് 3 പാർട്ടുണ്ട്. പിന്നെ പിന്നെ ഏതൊക്കെ കൂടെ അങ്ങനെ 3 പാർട്ട് വന്നേക്കുന്നത് ഇപ്പം ദൃശ്യം വരുന്നുണ്ട്. ദൃശ്യം CBI ഡയറി കുറിപ്പ്. CBI ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ഇത്രയും പടങ്ങൾ അഭിനയിച്ച ഒരാളാണ്. പുള്ളി ആ PP ശശി എന്ന് പറയുന്ന സാധനം ആ ക്യാരക്ടർ വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സാധനം ഉണ്ടല്ലോ, പുള്ളി ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അത് ഈ പടത്തിന്റെ ഒരു ആ ഉണ്ടാക്കിയെടുത്ത ഒരു യൂണിവേഴ്സിന്റെ ഒരു അല്ല ഈ ഞങ്ങളുടെ ഒരു സമയത്ത് സിനിമയിൽ എല്ലാരും ഏകദേശം വന്നിട്ട് 10-20 വർഷമായിരിക്കും അല്ലേ? സൈജു ഞാൻ സിനിമയില് 10-15 വർഷമൊക്കെ. ഈ സമയത്ത് ഒരു ക്യാരക്ടറിന്റെ പേരിൽ കുറെ പടങ്ങൾ ചെയ്തിട്ട് ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ്. ആ ക്യാരക്ടറിലെന്ന് ചോദിക്കുന്നത്. എത്ര പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടും ക്യാരക്ടറൊക്കെ ചെയ്തിട്ടും എന്നെ ഇപ്പോഴും ഈ സോമനെ വിളിക്കുള്ള ആൾക്കാർ. ആട് 3യുടെ വേറൊരു പ്രത്യേകതയുണ്ട്. പലരും നോട്ട് ചെയ്യാത്ത ഒരു പ്രത്യേകത, നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ പണ്ടോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ പ്രസന്റ്ലി നമുക്കറിയാം മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ബൈക്ക്, 2 വീലർ, 3 വീലർ, 4 വീലർ, പിന്നെ എയർവേസ് ഉണ്ട്, പിന്നെ ബോട്ട് വെള്ളത്തിൽ കൂടെ. ഇതിൻ്റെ അകത്ത് കുതിരസവാരി ഉണ്ട്, കാളവണ്ടിയുണ്ട്, സൈക്കിളുണ്ട്, ബൈക്കുണ്ട്, 2 വീലർ, 4 വീലർ ഉണ്ട്, നമ്മുടെ മെറ്റഡോർ, ഹെലികോപ്റ്റർ ഉണ്ട്, ബോട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട് ഇതെല്ലാം യൂസ് ചെയ്ത് ചിലപ്പം ഒരുപക്ഷെ വൺ ഓഫ് ദ പടം അല്ലെങ്കിൽ ഏക പടമായിരിക്കും ഇത്. എല്ലാ ടൈപ്പ് അല്ലേ, എല്ലാ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും ഉണ്ട് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആലോചിക്കണം. അതെ അതെ അതെ, അതായത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടത്. 20 വർഷമായി ഇപ്പം സൈജു കുറുപ്പ് എന്ന് പറയുന്ന ആളൻ ഇടയ്ക്ക് അടുത്തിടയ്ക്കാണ് ആഘോഷിച്ചത്. 21 ആഘോഷിച്ചത് ഇടയ്ക്ക് അതെ അതെ, അവരാണ് സന്മനസ് കാണിച്ചത് അത് ആഘോഷിക്കാൻ. ആരത്തിന്റെ ആൾക്കാര്, ആരത്തിന്റെ ലൊക്കേഷനിൽ ആഘോഷം ഉണ്ടായിരുന്നു. അതെ. ആ ജേണി എന്ത് തോന്നുന്നു ഇപ്പൊ ഈ അറക്കൽ അബു വരെ വന്ന് നിൽക്കുമ്പോ? ആ ജേണി എന്ത് തോന്നുന്നു? ആ മയുഗത്തിൽ തുടങ്ങിയതിന്റെ ഒരു സ്വപ്നം പോലെയാണ്. സിനിമ വരുമെന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല, വരാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരാള് സിനിമയിൽ വരുന്നു, അതും മലയാളത്തില് 20 വർഷം അല്ലെങ്കിൽ 21 വർഷം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ബിക്കോസ് ഇവിടെ പ്രത്യേകിച്ച് മലയാളത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അപ്പം ആക്ടേഴ്സിന് എല്ലാവർക്കും അത് മനസ്സിലാവും. ആക്ടേഴ്സിനും ടെക്നീഷ്യൻസ് ആരായാലും അവർക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അത്രയും ഓഡിയൻസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഡിഫിക്കൽട്ടാണ് ഇവിടെ. പിന്നെ മലയാളം ഇൻഡസ്ട്രി ഓഡിയൻസ് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. എനിക്ക് വാരീഡ് കഥാപാത്രങ്ങൾ കിട്ടി. ജീവിതത്തിൽ പോലും തമാശ പറഞ്ഞാൽ ഏക്കാത്ത ഞാൻ ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നു, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. ശ്രുതിക്കൊക്കെ അറിയാം, ഞാൻ പലപ്പോഴും തമാശ പറയുമ്പോഴത്തെ അതൊക്കെ ചിരി പോയിട്ടുണ്ട്.
സുധീരക്കലൊക്കെ ഇടയ്ക്ക് ഞാൻ ട്രൈ ചെയ്യുന്നു, ഈ തമാശകൾ പറഞ്ഞ് ട്രൈ ചെയ്യുന്നു വെച്ചാൽ ഇവിടെയൊക്കെ അത് ഏക്കുവാണെങ്കിൽ ഇവരെന്നെ കളിയാക്കില്ല ആ ഏറ്റില്ലെങ്കിൽ. ലോക്കൽസിന് ഇഷ്ടപ്പെട്ടതാ. അപ്പം സുധി പിന്നെ സുരാജ് ഇവരോടൊക്കെ ഞാൻ ചിലപ്പം ഓരോ തമാശകളൊക്കെ പറയും. അപ്പൊ അവര് ചിരിച്ചാൽ പിന്നെ അത് പലയിടത്തും നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ചിരി കിട്ടാൻ സാധ്യതയുണ്ട്. മാക്സിമം ഏക്കാറില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരാള് ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഇപ്പം VKP അനൂപ് ആദ്യം നന്ദി പറയേണ്ടത്. അവർ ആദ്യമായിട്ട് എനിക്ക് ഒരു ഹ്യൂമർ ക്യാരക്ടറിൽ എന്നെ പ്ലേസ് ചെയ്തത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ലോഡ്ജില്. ലോഡ്ജിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ഇപ്പൊ വെടിവഴിപാടിലായാലും അത് കഴിഞ്ഞിട്ട് പല സിനിമകളും വന്നു. ആട്, വെടിവഴിപാടിലെ ആ ആടിന്റെ ക്യാരക്ടർ വളരെ മീശയൊക്കെ വെച്ച് വളരെ അതെ. എന്റെ പൗരുഷത്തിന്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞ് അതെ, വന്നിട്ടാണ് അതെ. ഒറ്റയടിക്ക് Image ആ breaking മീശ character പോണ ആണ്. മൊമെന്റിൽ ഭയങ്കര പൊങ്കാല കണ്ടപ്പോ ആലോചിച്ച പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ നമ്മുടെ ഭീമാപ്പള്ളി നൗഷാദ്, അതായത് നമ്മുടെ പോക്രി സൈമണിലെ ക്യാരക്ടർ. അപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് കിട്ടി, ഹ്യൂമർ ക്യാരക്ടർ. പിന്നെ ജനമൈത്രി ചെയ്ത് ഞാൻ ത്രൂ ഔട്ട് ഹ്യൂമർ സിനിമയാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്, ഒരു സ്വപ്നം പോലെയാണ്. ഞാനിപ്പോ ഇവിടെ ഈ 21ാം വർഷം ഞാൻ ഇരിക്കുമ്പം അല്ലെങ്കിൽ ആട് പോലത്തെ ഒരു സിനിമയുടെ 3rd പാർട്ടിൽ റിലീസാകാൻ പോവാണ്. ഇതൊക്കെ ഫുൾ ഒരു സ്വപ്നം പോലെയാണ്. പിന്നെ താങ്ക്സ് ടു ഗോഡ് ആൻഡ് ഓഡിയൻസ് ആൻഡ് ടു ദ ഫിലിം ഇൻഡസ്ട്രി. ഇത് ഈ സാധാരണ ആട് സിനിമ ഒരെണ്ണം ഇറങ്ങുന്നു, അതിലെ ലുക്സ് ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യാറ്. പ്രത്യേകിച്ച് പാപ്പൻ ആൻഡ് ടീമിൻ്റെ ലുക്കാണ് കൂടുതൽ. അടുത്ത് ആടിറങ്ങുന്നു, ഓണാഘോഷത്തിന് അത് ട്രെൻഡാവുന്നു, പാപ്പൻ്റെ മുണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെ. ഇതിന് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ? നിങ്ങളുടെ ഒരു കോസ്റ്റ്യൂം പരിപാടിയൊക്കെ എങ്ങനെയായിരിക്കും? കോസ്റ്റ്യൂമിൽ ചേഞ്ചസ് ഒന്നുമില്ല, എല്ലാം ആ സെയിം സെറ്റിൽ തന്നെ. ഷാജിദ് പാപ്പന്റെ ഒരു ലുക്കിൽ പാറ്റേൺ, വ്യത്യാസമില്ല, കോസ്റ്റ്യൂമിൽ വ്യത്യാസമില്ല. പിന്നെ ഡിസൈൻസ് ആണ്. ഷാജി പപ്പന്റെ പുതിയൊരു ഡ്രസ്സിംഗ് പാറ്റേൺ ഒരു പുതിയൊരു പരിപാടിയാണ്. അത് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ ഡ്രസ്സ് എല്ലാ ഇതിലും തന്നെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മളത് ആടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിറ്റേ ഫെസ്റ്റിവലിന് നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്നതാണ് അങ്ങനത്തെ മുണ്ടുകളൊക്കെ. അതന്നെ. ഇപ്രാവശ്യം അത് രസമുള്ളൊരു കോസ്റ്റ്യൂം തന്നെയാണ്. ഇതിൽ കുറേ വിദേശ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. അതെ. അവർ ടഫായിരുന്നോ അവരുമായിട്ടുള്ള? സംസാരിക്കാൻ ടഫായിരുന്നു. സംസാരിക്കാൻ ടഫായിരുന്നു. ബാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതൊരു 2 ടൈം ലൈനിലാണല്ലോ നടക്കുക. ഒന്നിൽ നിങ്ങൾ സെറ്റ് ചെയ്തൊരു പരിപാടിയുണ്ട്, ഒരു മീറ്റർ ഉണ്ട്, ഡയലോഗ് ഡെലിവറിക്കാവട്ടെ നിങ്ങളുടെ ആക്ഷൻസിനാവട്ടെ ഒരു മീറ്റർ ഉണ്ടാവും. പക്ഷെ മറ്റേ അടുത്ത ടൈം ലൈനിലോട്ട് പോകുമ്പോൾ കുറച്ച് പഴയ കാലം, ഒരു ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിലോട്ട് പോകുന്ന ഒരു പരിപാടി. അതിലോട്ട് വരുമ്പോൾ ഇതൊക്കെ മാറ്റണ്ടേ? സത്യം പറഞ്ഞാൽ അതൊക്കെ മാറ്റണമായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു മാറിയോന്നറിയില്ല, നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. 2 രീതിയിൽ തന്നെ നിൽക്കാമെന്നുള്ള. അതില് ഡയലോഗ് പ്രസന്റേഷൻ നമ്മൾ സീരിയസ്ലി നിന്ന് കോമഡി പറയേണ്ട ഒരു ടൈം ലൈൻ പരിപാടിയാണ്. കുറച്ച് ടാസ്ക് ആയിരുന്നു. നമുക്ക് അപ്പോഴത്തെ പണ്ടത്തെ ഭാഷയിൽ നിന്നുകൊണ്ട് തമാശ പറഞ്ഞു ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇച്ചിരി പാട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് എന്തായിരിക്കും ആ കാലഘട്ടത്തിലെ ഒരു മൂടെന്നുള്ളതിന്റെ ഹിന്റ് തന്നിട്ടുണ്ട്. മറ്റേ ജയസൂരി ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് പാപ്പന്റെ തലയില് അതാണ് ഇത് വീഴുന്നത്. നമുക്കിപ്പോ ഭാഷാപരമായിട്ട് ആ സമയത്ത് ഇച്ചിരി ഹ്യൂമർ പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ളതിന്റെ കുറച്ച് ഡിസ്കഷൻസ് കുറച്ച് അധികം പോയി തോന്നുന്നു. അതെ അതെ. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മലയാളം വാക്കുകൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി. ഞാൻ യൂസ് ചെയ്യാത്ത പല വാക്കുകൾ, അറുതി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതും പുള്ളിയാ. കാരണം ഞാൻ ഡബിങ്ങിന് നിൽക്കുമ്പോൾ ഈ ഡയലോഗ് പ്രസന്റേഷൻ ഇങ്ങനെ അലുവ പോലെ വേർഡ്സ് ഒക്കെ നമുക്ക് അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ, കുളിർമ. ഒരാളെങ്കിലും പറഞ്ഞു. പഴയ കാലത്തിൽ ഇന്ദ്രൻ ചേട്ടനെ കാണിക്കുന്ന ഒരു ഇതിൽ ഒരു ഇച്ചിരി നെഗറ്റീവ് പോലെ തോന്നുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്ത് പുള്ളിയെ കാണിച്ചു വരുന്നത്, ഒരു ഇച്ചിരി ഭയങ്കര ഗൗരവത്തിൽ. ഇത് എന്ത് തരത്തിലായിരിക്കും ഈ കണക്ട് ചെയ്യുക ഈ പടം? കാരണം 2 യൂണിവേഴ്സിൽ നിൽക്കുന്ന സാധനമല്ല, ഒരു മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ. അയ്യോ, അതൊന്നും ഇപ്പൊ കഥ അറിയാൻ വേണ്ടിട്ട് മൊത്തം അറിയാൻ വേണ്ടിയാണോ? ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് വളഞ്ഞിട്ട് പിടിച്ച് നമുക്ക് അല്ല, പത്തൊമ്പതിനുള്ള സമയത്തോടാണ് ഈ ചോദിക്കുന്നത്. ഒന്ന് ചോദിച്ചു വെച്ചേക്കാം, എന്തായാലും അറിഞ്ഞാലേ. 20 കേട്ടാലും മതി. അത് കാര്യം ഇതേ അങ്ങനെ പറയുന്നൊരു, ഞാൻ പറയുന്നത് ഇത് ഭയങ്കര സീരിയസ് ആയ ഒരു പരിപാടിയല്ല ശരിക്കും ഈ സിനിമ. കാര്യം സീരിയസ് ആയി വെച്ചാൽ ഭയങ്കരമായിട്ടൊരു നമ്മൾ ചരിത്ര പടം കാണുക അങ്ങനത്തെ പോകുന്നും വേണ്ട. ഭയങ്കര ഈ ഹ്യൂമർ പടം. ഇത് അടിസ്ഥാനമായിട്ട് തമാശ പടം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആഗ്രഹം എന്താണ് ആഗ്രഹിക്കുന്നത് ആട് കൊണ്ട് അത് ഈ പടത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് കുതിരയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുതിരയെല്ലാം കോമഡിയാ. ഞാൻ പറഞ്ഞതേ ഇതെല്ലാ സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം ആ ഹ്യൂമറോട് ബന്ധപ്പെട്ട് തന്നെയാ.
ഇതെല്ലാം നല്ല കൃത്യമായിട്ടാണ് സ്ക്രിപ്റ്റിൽ കണക്ട് ചെയ്തേക്കുന്നത്. അവരെ കൃത്യമായിട്ട് തന്നെ, അല്ലാതെ ഒരിക്കലും ഒരു വേറെ അങ്ങനത്തെ ഒരു ലോഡ് കണക്ക് മണ്ടന്മാര്, അത് പഴയ കാലഘട്ടത്തിലും അതെ, പുതിയ കാലഘട്ടത്തിലും അതെ. ഓക്കെ, അപ്പൊ അല്ലാതെ ഇങ്ങനെ ഒരു ഷെയ്ഡ് മാറിയിട്ടുള്ള കഥാപാത്രങ്ങളൊന്നുമല്ല, ഉം. അവരുടെ സ്വഭാവം ബേസിക്കലി ഇങ്ങനെ തന്നെ ഉം. വരുന്ന ആളാണ്. ഇപ്പൊ ഈ റെഡിറ്റ് പോലത്തെ ഉള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഈ അറക്ക ലബുവിന് പ്രത്യേകം അവതാറൊക്കെ വെച്ചിട്ട് ഫോളോവേഴ്സും സാധനമൊക്കെ ഉണ്ട് പല ഇതിലും പ്ലാറ്റ്ഫോമിലും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സാധനം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ രണ്ടാമത്തെ പാർട്ടിൽ കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് കൈപ്പുഴ കുഞ്ഞപ്പൻ വന്ന് അപമാനിച്ചിട്ട് പോയി. അതുകൊണ്ട് തേർഡ് പാർട്ടിൽ അറക്ക ലബു കൈപ്പുഴ കുഞ്ഞപ്പൻ അതിനുള്ള പണി കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു ട്രോളും സംസാരമൊക്കെ കേൾക്കുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ വരെ നടക്കാറുണ്ട് ചിലപ്പോൾ. അതിനെ പറ്റി എന്താ പറയുന്നത്? ആ ഒരു മൊമെന്റ് സാധനമൊക്കെ. അത് ഇപ്പൊ അത് പറയാൻ പറ്റില്ല, പക്ഷെ ആ വൈരാഗ്യം അതായത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ആ റിവെഞ്ച് ഇപ്പോഴും അറക്കലബുവിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അത് കെട്ടുപോയിട്ടൊന്നുമില്ല. അത് പാർട്ട് 1 പാർട്ട് 2 അത് സംഭവിക്കാം. അതെ, അപ്പം ഇപ്രാവശ്യം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കൊടുക്കുമായിരിക്കും. കൂടുതലെങ്കിൽ വേറെ സ്ഥലത്ത് വെച്ചാലും കൊടുക്കും. അല്ല, ഇത് 2 പാർട്ടായിട്ട് ആക്കാന്ന് വിചാരിച്ച എന്താ ഒരു ലാസ്റ്റ് റൈഡ്? അത് സത്യം പറഞ്ഞാൽ ഈ ട്രെയിലർ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഇതിന്റെ ഇത് പാർട്ട് 1 ആണെന്നുള്ളത്. ഞാൻ ഈ പാർട്ട് കഴിയുമെന്നും പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്. എല്ലാരും അങ്ങനെയായിരുന്നെങ്കിൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് അല്ലേ part two. ഈ പാർട്ട് 2 ഉണ്ടാവും എന്നുള്ള സാധനം ലാസ്റ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടെ കൊണ്ട് ആട് ഫ്രാഞ്ചൈസ് അവസാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷെ ഇതിന് 4 വരുന്നു, ആട് 3, 4 വരുന്നു. അല്ല, പാർട്ട് അല്ല, 1 ആട് 3യുടെ പാർട്ട് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള പാർട്ട് 1ന്റെ റിസൾട്ടിന് അനുസരിച്ച് അനുസരിച്ചിട്ടായിരിക്കും. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓക്കെ, നല്ലൊരു ടൈമിലാണ് റിലീസ് ആവാൻ വരുന്നത്. അതെ അതെ അതെ, പെരുന്നാളിന് റിലീസ് ആവുന്നത്. അപ്പോഴേക്കും നമ്മുടെ നാടൊക്കെ ശാന്തമാവെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾ എല്ലാവരും അഭിനയിച്ച ബിഗ് ബഡ്ജറ്റ് പടമാണ്. ആണല്ലേ? അല്ല, ഏറ്റവും എനിക്ക് തോന്നുന്നു മലയാളത്തിന് തന്നെ മുമ്പിൽ നിൽക്കുന്ന 2-3 പടങ്ങളിൽ ഒന്നായിട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ബഡ്ജറ്റ് പടങ്ങളിൽ അഭിനയിച്ച ഇതാണ് ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് പടം ഇതാ. എന്തായാലും ആട് ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണാൻ മിസ്സാക്കിയവർ, പിന്നെ ആ പടം കണ്ടിട്ട് ഇത് മിസ്സാക്കിയല്ലോ എന്ന് തോന്നിയവർ 2 കണ്ടു, 3 കാണുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീ.